ഉറക്കെ വിളിച്ചു പറയുന്ന മഹാദൗത്യത്തെ ഏറ്റെടുത്തവരായിരുന്നു മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ. ആ പാരമ്പര്യത്തെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രതിദാനം ചെയ്യുന്നത്. നാം ഓരോരുത്തരും തന്നെ നമ്മുടെ വീടും നാടുമൊക്കെ വിട്ടുകൊണ്ട് ഇങ്ങ് കുണിയയിലേക്ക് എത്തിയത് മഹാനായ മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച മഹത്തായ പ്രസ്ഥാനത്തിന്റെ 100ാം വാർഷികത്തിൽ സംബന്ധിക്കാൻ വേണ്ടിയാണ്. ദുആ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ഇബാദത്തെടുക്കലാണ്, അള്ളാഹുവിനോട് ചോദിക്കലാണ്. എന്തുകൊണ്ട്? നാവ് കൊണ്ട് ചോദിക്കാനല്ല, ബിൽ അമലി, അമല് കൊണ്ട് ചോദിക്കലാണ്. ആരുടെയും പിൻബലമില്ലാതെ ആരുടെയും സഹായമില്ലാതെ നേരിട്ട് ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയുന്നുവെന്ന് ആരെക്കുറിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത്? അതാണ് ഇബാദത്ത് ഇലാഹിന്റെ മാനദണ്ഡം. അങ്ങനെ ഒരാളെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ വിശ്വസിക്കാവൂ എന്നാണ് അർത്ഥം. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുന്നത്. 10,000 കൊല്ലം മുമ്പ് എങ്ങനെയാണോ കാളയും എരുമയും പോത്തും ഒക്കെ ജീവിച്ചിരുന്നത്, അതുപോലെയാണ് ഇന്നും ജീവിക്കുന്നത്. പക്ഷേ 10,000 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നോ മനുഷ്യൻ, അതുപോലെയല്ല ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യന് മാത്രം എന്തേ ഈ നേട്ടം കൊയ്യാൻ, അവന് മാത്രം എന്തേ ബൗദ്ധികമായിട്ടുള്ള തികവ്, മികവ് എന്ന ചോദ്യത്തെ നാസ്തികതക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. മഹമൂദിൻ സൽവഴി കൊണ്ടേറെയും ശോഭ